നോക്ക്. ഹലോ ആ എന്നാ പറയൂ. എവിടെ പോവും നമ്മള്? ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോവാട്ടോ. എവിടെയെന്നറിയോ? വൈക്കത്ത് മാത്രമല്ല, ഞങ്ങളിന്ന് 3 അമ്പലത്തിൽ പോകുന്നുണ്ട്. വൈക്കം പോകുന്നുണ്ട്, കടുത്തുരുത്തി പോകുന്നുണ്ട്, ഏറ്റുമാനൂരും ഉണ്ട്. ശിവൻ്റെ ഈ 3 അമ്പലത്തിലും കൂടി പോകണേ. അപ്പം ഞാനിങ്ങനെ കേട്ടായിരുന്നു, ഈ 3 സ്ഥലത്തും നമ്മൾ ഒരുമിച്ച് തൊഴാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൈലാസത്തിൽ പോയതിൻ്റെ ഒരു ഇത് കിട്ടുമെന്ന്. അപ്പോൾ ഞങ്ങളിന്ന് 3 എണ്ണത്തിലും കൂടി ഒരുമിച്ച് തൊഴാൻ വേണ്ടി പോവുകയാണ്. എത്തൂയില്ലെന്നൊന്നും അറിയത്തില്ല. ഞങ്ങളതുകൊണ്ട് ഇച്ചിരി രാവിലെ തന്നെ എഴുന്നേറ്റ് ഇറങ്ങിയിട്ടുണ്ട്. 7 മണിയായപ്പോൾ തന്നെ ഇറങ്ങി. അധികം വൈകിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് 7 മണിക്ക് തന്നെ ഇറങ്ങിയിട്ടോ. അവിടെ റോഡിൽ തന്നെ കാർ പാർക്ക് ചെയ്ത്. എനിക്ക് ഏത് നടയിൽ കൂടിയാണ് കയറിയെന്നൊന്നും എനിക്ക് പറയാനും അറിയില്ല കേട്ടോ. വൈക്കത്ത് 4 വാതിലുണ്ട്, 4 സൈഡിട്ട് ഇറങ്ങാൻ പറ്റൂ കേട്ടോ. ഞാൻ അങ്ങനെ എല്ലാ അമ്പലങ്ങളിലും, മിക്ക അമ്പലങ്ങളിലും ഞാൻ അങ്ങനെ കണ്ടല്ലോ. പക്ഷെ വൈക്കത്ത് നമുക്ക് 4 സൈഡിട്ട് ഇറങ്ങാം. അപ്പം ഞങ്ങൾ കയറിയത് ഏത് വശത്തു കൂടിയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പം ഞങ്ങൾ മുല്ലപ്പൂ കണ്ട്. അപ്പോൾ അമ്മൂന് മുല്ലപ്പൂ വേണമെന്ന് പറഞ്ഞുകൊണ്ട് മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ചിട്ടാട്ടോ പോയത്. അപ്പോൾ മുല്ലപ്പൂ ഒക്കെ വാങ്ങിച്ച് തലയിൽ വെച്ച് കൊടുത്ത് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ വേഗം അമ്പലത്തിയിട്ട് കയറിയിട്ടോ. അധികം വെച്ച് താമസിച്ചില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ തൊഴുത് കഴിഞ്ഞിട്ട് വേണം കടുത്തുരുത്തി പോകണം, ഏറ്റുമാനൂർ പോകണം. അപ്പം ലേറ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഏറ്റുമാനൂർ എത്തുമ്പോൾ നട അടച്ചു പോയി കഴിഞ്ഞാൽ പണിയല്ലേ. അതുകൊണ്ട് ഞങ്ങൾ വേഗം ചെല്ലാൻ പോകും. നമുക്ക് വഴിപാട് കഴിക്കാനുള്ള റെസീറ്റൊക്കെ എടുക്കാം, അകത്ത് കയറി തൊഴുതിട്ട് ഇറങ്ങാം. അപ്പം ഞാൻ അകത്തോട്ട് കയറുന്ന വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. നമ്മൾ ഒരു അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എനിക്കറിയില്ല അവിടെ വീഡിയോ ഒക്കെ എടുക്കാമോ എന്നും അറിയില്ല. അതുകൊണ്ട് ഞാൻ അകത്തോട്ടുള്ള വീഡിയോകളൊന്നുമില്ല. ഇത് നല്ല രസമുണ്ടല്ലേ, അവിടുത്തെ വിളക്ക് നല്ല ഭംഗിയുണ്ട്. അവിടെ എണ്ണയൊക്കെ ഒഴിച്ച് ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വേഗം ഇറങ്ങിയിട്ടോ. ഇനി നേരെ കടുത്തുരുത്തി ചെന്ന് അവിടെ കയറി കഴിഞ്ഞ് തൊഴുതിട്ട് വേണം ഏറ്റുമാനൂർക്ക് പോകാൻ. ഞാൻ പറഞ്ഞില്ലേ, ഈ 3 സ്ഥലത്ത് ഒരുമിച്ച് തൊഴാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കൈലാസത്തിൽ പോയതിൻ്റെ തുല്യമെന്നാണ് പറയണേ. ഇതാണ് കടുത്തുരുത്തി അമ്പലം. അവിടെ നല്ല വലിയ സ്റ്റെപ്പാട്ടോ, ഇച്ചിരി സ്റ്റെപ്പ് കയറണം. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതൊരു കുഞ്ഞമ്പലം. പക്ഷേ ഈ കടുത്തുരുത്തിയിൽ ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ നടുക്ക് കടുത്തുരുത്തിയിൽ അവിടുത്തെ ഭഗവാനും ഒരു സൈഡിൽ വൈക്കത്തപ്പനും ഒരു സൈഡിൽ ഏറ്റുമാനൂരപ്പനും ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് ഏറ്റുമാനൂർക്ക് വിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലൊന്നും ഞാൻ വീഡിയോ പിടിച്ചില്ല കേട്ടോ. ഏറ്റുമാനൂരിൽ നിന്ന് ഭാഗ്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെയും തൊഴാൻ പറ്റി കേട്ടോ. ഈ 3 അമ്പലത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് തൊഴാൻ പറ്റി. ഭാഗ്യം കൊണ്ട് നടയൊന്നും അടച്ചില്ല കേട്ടോ. ഞങ്ങൾക്ക് സമാധാനമായിട്ട് തൊഴുതിട്ട് ഇറങ്ങാൻ പറ്റി 3 സ്ഥലത്തും. എന്തായാലും ഭയങ്കര വലിയ കാര്യം 3 അമ്പലത്തിൽ ഒരുമിച്ച് തൊഴുത് ഇറങ്ങാമെന്ന് പറയണം. ഞാൻ പിന്നെ